നമസ്കാരം. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് സഞ്ജു സാംസൺ തഴയപ്പെട്ടതിന് പിന്നാലെ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. വിജയ് ഹസാരെ ട്രോഫിയിൽ സഞ്ജു കളിക്കാൻ തയ്യാറാകാത്തതാണ് KCA അംഗങ്ങളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സഞ്ജു സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നില്ലെങ്കിലും പിന്നീട് കളിക്കാമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ KCA ഇതിന് വിസമ്മതിക്കുകയായിരുന്നു. തോന്നുമ്പോൾ കളിക്കാനുള്ളതല്ല കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്നും സഞ്ജു വളർന്നത് KCAയിലൂടെയാണെന്നും മര്യാദ കാട്ടണമെന്നും KCA പ്രസിഡന്റ് തന്നെ പരസ്യമായി രംഗത്ത് വന്ന് പറഞ്ഞു. എന്നാൽ KCAയിലെ ചില കൃമികൾ തന്റെ മകന്റെ കരിയർ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് സഞ്ജുവിന്റെ പിതാവ് ആരോപിച്ചത്. എന്തായാലും സഞ്ജുവിനെ പരസ്യമായി തള്ളിപ്പറയുന്ന നിലപാടാണ് ഇപ്പോൾ KCA സ്വീകരിച്ചിരിക്കുന്നത്. KCA സഞ്ജു ബന്ധം മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ സഞ്ജുവിന് വമ്പൻ ഓഫറുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മറ്റ് ക്രിക്കറ്റ് അസോസിയേഷനുകൾ. തമിഴ്നാടും രാജസ്ഥാനും സഞ്ജുവിനെ ടീമിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സഞ്ജു സാംസണും കേരള ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുള്ള ഭിന്നത ഏറെ നാളുകളായിട്ട് ഉള്ളതാണ്. ഇതിനു മുൻപും സഞ്ജുവിന്റെ പെരുമാറ്റത്തിനെതിരെ KCA അംഗങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. സഞ്ജുവിനെതിരെ അച്ചടക്ക നടപടിയടക്കം സ്വീകരിച്ചിരുന്നു. സഞ്ജുവിന്റെ പിതാവിനെ അടക്കം വിലക്കുന്ന നിലയിലേക്കും കാര്യങ്ങൾ പോയിരുന്നു. എന്നാൽ പിന്നീട് സഞ്ജു IPLൽ രാജസ്ഥാൻ റോയൽസിലൂടെ തിളങ്ങി ഇന്ത്യൻ ടീമിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് രാജസ്ഥാന്റെ നായകനുമായതോടെ KCA ഭാരവാഹികൾ സഞ്ജുവിനെതിരെ അധികം പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും വടിയെടുത്തിരിക്കുകയാണ്. വലിയ ആരാധക പിന്തുണയുള്ള താരമാണ് സഞ്ജു സാംസൺ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല പ്രധാന ക്രിക്കറ്റ് അസോസിയേഷനുകളും സഞ്ജുവിനെ ക്ഷണിച്ചിരിക്കുകയാണ്. തമിഴ്നാടും രാജസ്ഥാനും സഞ്ജുവിന്റെ ടീമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. സഞ്ജു ഈ ഓഫർ സ്വീകരിക്കുമോ എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും KCA സഞ്ജുവിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും വലിയ പിന്തുണ ലഭിക്കുന്നുവെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റ് ക്രിക്കറ്റ് അസോസിയേഷനുകൾ സഞ്ജുവിന്റെ വില മനസ്സിലാക്കുമ്പോൾ KCA ഭാരവാഹികൾ ഈഗോ കാട്ടി സഞ്ജുവിന്റെ കരിയർ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനെ IPLൽ നയിക്കുന്ന താരമാണ്. സമീപകാലത്തായി അന്താരാഷ്ട്ര ക്രിക്കറ്റിലും മികച്ച പ്രകടനം നടത്താൻ സഞ്ജു സാംസന് സാധിക്കുന്നുണ്ട്. കേരളത്തിനായി സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സഞ്ജു കളിച്ചിരുന്നു. അതിനുശേഷമാണ് സഞ്ജു വിജയ് ഹസാരെ ട്രോഫിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. സഞ്ജു വിജയ് ഹസാരെ ട്രോഫി ക്യാമ്പിൽ പങ്കെടുക്കാത്തതിനാലാണ് ടീമിലേക്ക് എടുക്കാത്തത് എന്നാണ് KCA ഭാരവാഹികൾ പറയുന്നത്. എന്നാൽ ക്യാമ്പിൽ പങ്കെടുക്കാത്ത മറ്റ് പല താരങ്ങളെയും കേരളം പിന്നീട് കളിപ്പിക്കുകയും ചെയ്തു എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സഞ്ജുവിനോട് നിലവിൽ ഇരട്ടത്താപ്പ് നയമാണ് KCA കാട്ടുന്നത്. ഇത് KCAക്ക് വലിയ നാണക്കേടായി മാറുമെന്നതിൽ സംശയമില്ല. സഞ്ജു കേരളം വിടുകയും മറ്റ് ടീമുകൾക്കായി കളിക്കുകയും ചെയ്താൽ കേരള ക്രിക്കറ്റിന് അത് തന്നെ വലിയ നാണക്കേടായി മാറുമെന്ന് ഉറപ്പായ കാര്യമാണ്. KCA ഭാരവാഹികൾക്ക് സഞ്ജുവിനോടുള്ള ഈഗോയാണ് പ്രശ്നമെന്ന് തന്നെ വിലയിരുത്തുന്നുണ്ട്. KCA ഭാരവാഹികൾ സഞ്ജുവിനെതിരെ രംഗത്തെത്തിയിട്ടും ഇതുവരെ സഞ്ജു സാംസൺ ഇതിൽ പ്രതികരിച്ചിട്ടില്ല. സഞ്ജു എന്താവും പറയുകയെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സഞ്ജു കേരളം വിടാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ പറയാം. നിലവിലെ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാവുന്നതാണ്. സഞ്ജു കേരളം വിടുന്ന സാഹചര്യം ഉണ്ടായാൽ KCAക്ക് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യം നിസ്സംശയം പറയാം.